ഞാൻ അഷറഫ് UDF സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 37ാം ഡിവിഷനിൽ വടക്കാഞ്ചേരി മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ എല്ലാ വോട്ടുകളും എനിക്ക് തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചിഹ്നം കൊടയാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണം. നിങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ടാവുന്നത് ഞാൻ നിൽക്കും. സ്മിത അജിത് കുമാർ. ഈ വരുന്ന വടക്കാഞ്ചേരി നഗരസഭ മത്സരത്തിൽ 40ാം ഡിവിഷനിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നുണ്ട്. എൻ്റെ മുൻ കൗൺസിലറായിരുന്ന കണ്ണേട്ടൻ ചെയ്ത ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് ആളെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ മുൻ കൗൺസിലറായിരുന്നു ഇവിടുത്തെ. അന്നും എന്നെ ജനങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെൻഷൻ കൊടുക്കുന്ന ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. അനീസേമൻ. ഞാൻ 39ാം ഡിവിഷനിൽ കോട്ടപ്പറമ്പ് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണ്. വോട്ടർമാരോട് പറയാനുള്ളത്, അവരൊക്കെ എനിക്ക് ഇവിടുത്തെ വോട്ടർമാരൊക്കെ നല്ല സഹകരണമാണ്. ഞാനിപ്പോൾ ഇതുവരെ ഈ വാർഡ് മുഴുവൻ ഞാൻ നടന്നു. നല്ല പ്രതികരണമാണ്. ഞങ്ങളുടെ മുന്നത്തെ കൗൺസിലറായാലും ഇവിടെ ഒരുവിധ വികസന പ്രവർത്തനങ്ങളൊക്കെ ആൾ നടത്തിയിട്ടുണ്ട്. റോഡുകളായാലൊക്കെ. ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കും. പിന്നെ ഇവിടുത്തെ വോട്ടർമാര് വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് എന്നെ വിജയിപ്പിക്കും. അതോ പ്രമദാസൻ 42ാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിലവിലെ 40ാം ഡിവിഷൻ കൗൺസിലറായിരുന്നു. ഇപ്പോൾ നമുക്ക് 40ാം ഡിവിഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി നോക്കാതെ ഞാൻ എല്ലാവർക്കും 40ാം ഡിവിഷനിൽ കിട്ടിയ എല്ലാ പദ്ധതികളും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിവിഷനിലും ഞാൻ ജയിച്ചു വന്നാൽ പാർട്ടി നോക്കാതെ തന്നെ എല്ലാ ഇതും ചെയ്തു കൊടുക്കാമെന്ന് മാത്രം. വടക്കാഞ്ചേരി നഗരസഭ 41ാം ഡിവിഷനിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈപ്പറ്റി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. 2010-15 വർഷക്കാലം ഞാൻ മുണ്ടത്തിയോട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കുണ്ടുപറമ്പ് ഭാഗത്ത് 24 മണിക്കൂർ കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞു. കുട്ടംകുളം കുണ്ടുപറമ്പ് റോഡ് ഒരു 18 ലക്ഷത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് വർക്കായിരുന്നു. അത് ആ ഭാഗത്തൊരു വലിയൊരു ആവശ്യമായിരുന്നു ആ റോഡ്. അതുപോലെ തന്നെ കുമ്പാര കോളനി, തെക്കുമുറി ഭാഗത്തെ കുമ്പാര കോളനിയിൽ അവിടുത്തെ CM ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് നമുക്ക് കളിമണ്ണ് അരയ്ക്കാൻ വേണ്ടി അരവ് യന്ത്രം, അതുപോലെ കലമുണ്ടാക്കാനുള്ള ചക്രം എല്ലാ കുടുംബങ്ങളിലേക്കും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വാർഡിൽ അന്ന് ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാവർക്കും നമ്മൾ പെൻഷൻ വാങ്ങി കൊടുത്തു. റോഡുകൾ, അതുപോലെ തന്നെ പുതിയ റോഡുകൾ, പഴയ റോഡുകളുടെ മെയിൻ്റനൻസ് അതുപോലെ തന്നെ സമ്പൂർണ്ണമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ ജയിച്ചു വന്നാൽ ഈ വാർഡിൽ ഞാൻ നിൽക്കുന്ന വാർഡിൻ്റെ പഴയ വാർഡിൻ്റെ പകുതി ഭാഗത്ത് ഉള്ള പുതിയ വാർഡാണ് ബാക്കി വരുന്നത്. അവിടെ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒരുവിധം എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തുമെന്ന് ഞാൻ പറയാണ്. എനിക്ക് ഈ വാർഡിലെ എല്ലാ നല്ലവരായ വോട്ടർമാരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. ഞാൻ ബിജു ഇഗ്നേഷ്യസ്, വടക്കാഞ്ചേരി നഗരസഭ ഐക്യജനാധിപത്യ മുന്നണിയുടെ 38ാം ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ്. ഈ ഡിവിഷനിൽ നിന്നും കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.
വടക്കാഞ്ചേരി നഗരസഭയുടെ 10 കൊല്ലത്തെ വികസന മുരടിപ്പിനെതിരെ അവിടെ ഒരു ഭരണം നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം ഉണ്ടാകുവാനായിട്ടും നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് വിജയിപ്പിച്ച് ആനയിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.